ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയാലോ. ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലാക്മിയുടെ സൺസ്ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ആ മുഖത്ത് മുഴുവൻ വാരി പൂശി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫെയർ ആൻഡ് ലവ്ലി, ഇപ്പോൾ ഗ്ലോ ആൻഡ് ലവ്ലി. അതെ, ഫെയർ ആൻഡ് ലവ്ലിയാണ്. ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ് മുതൽ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് വേറൊന്നും യൂസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മുഖത്ത് നല്ല പിമ്പിൾസ് വരും. പക്ഷേ ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഫെയർ ലവ്ലി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നൂസിനായിരിക്കും ഗിഫ്റ്റ് ചെയ്ത ഹിമാലയയുടെ പൗഡർ ഇപ്പോൾ ഞാനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഹിമാലയയുടെ പൗഡർ. അപ്പോൾ അത് കഴിഞ്ഞ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കണ്ണിൽ ഐലൈനർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒട്ടും സമയം കിട്ടാതെ വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ എഴുതാതൊക്കെ പോകത്തുള്ളൂ. പിന്നെ എനിക്ക് കൂടുതലും മേളിൽ മാത്രം എഴുതുന്നതാണ് ഇഷ്ടം. ട്രഡീഷണൽ ലുക്ക് പിടിക്കുമ്പോഴാണ് ഞാൻ താഴെ മുകളിൽ എഴുതുന്നത്. അതുപോലെ തന്നെ ഐലൈനർ എഴുതുമ്പോൾ എനിക്ക് വാല് ഇച്ചിരി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്നെ വളച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൂസിന് ഇപ്പോൾ ഞാൻ കരി എഴുതി കൊടുക്കാൻ വേണ്ടി നല്ലതുപോലെ വാലിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് ചെയ്ത് തീർന്നിട്ട് നിങ്ങളും എന്നെ പോലെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഘോഷികൾ കാണിക്കാറുണ്ടോ? അടുത്തത് ഒരു കുഞ്ഞി പൊട്ട്, എനിക്ക് ചെറിയ പൊട്ട് വെക്കുന്നതാണ് കേട്ടോ താല്പര്യം. അങ്ങനെ ഒരു കുഞ്ഞി പൊട്ടും കൂടി താഴത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഡാസ്ലറിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. അത് തന്നെയാണ് ഞാൻ സിന്ദൂരായിട്ട് ഇടുന്നത്. സെയിം ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നു അതാണ്. അപ്പോൾ ഇതിൽ തീർന്നിരിക്കുകയാണ് കേസ്. അതാണ് ഞാനിട്ട ഒരു ഇളക്കിയത്. അപ്പോൾ ആദ്യം സിന്ദൂര ഇടാൻ പോയപ്പോഴാണ് ഓർത്തത് വേണ്ട പൊടി സിന്ദൂര ഇടാണ്. കാരണം ഞാൻ ട്രഡീഷണൽ ലുക്ക് സാരി ധാവണി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ പൊടി സിന്ദൂര ഇടാറാണ് കേട്ടോ. മറ്റേ അതാകുമ്പോഴേ കുറച്ചുകൂടി ഒരു ഭംഗി തോന്നുന്നത് എനിക്കതാണ്. അങ്ങനെ മുഖത്ത് അല്ലെങ്കിൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ മുടി കുളിച്ചിട്ട് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് തോർത്തി എടുക്കുവാണേ. അങ്ങനെ മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് തോർത്തി എടുത്തിട്ട് നമ്മൾ പുതിയൊരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഫാഷൻ കാണിക്കുന്നത് വളരെ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഫ്രണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഷോയൊക്കെ കാണിച്ചു. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ കാണാനുള്ളൂ. എന്നിട്ട് മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് അടുത്ത് കേട്ടോ. അതിനിടയ്ക്ക് ഇന്നൂസ് ഒന്ന് വിളിച്ചതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും ഇന്നൂസും കൂടി കളിക്കുന്ന സമയത്ത് ഇന്നൂസ് ചിരിച്ചതാണ് കേട്ടോ ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ആളില്ലാന്ന് വിചാരിച്ചാൽ ഞാൻ പെട്ടെന്ന് ചെന്ന് നോക്കിയത്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്ന അടുത്ത്. അങ്ങനെ മുടി ആദ്യം ഇങ്ങനെയാണെന്ന് കിട്ടിയത്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ വേറൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തു. അപ്പോൾ എവിടെയെങ്കിലും പോവാൻ റെഡി ആകുമ്പോഴത്തേക്ക് അമ്മേനെ എപ്പോഴും വഴക്കുറയുന്നത് നീ മുടി കെട്ടാനാണ് ഒരുപാട് സമയം എടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്ററിലാണ് വവരിട്ടിരിക്കുന്നത്, അതായത് സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ട് ആദ്യം കുങ്കുമം ഇട്ടു. എനിക്ക് ഈ പൊടി സിന്ദൂരം ഇടുന്നത്, അതായത് കുങ്കുമം ഇടുന്നതാണ് എനിക്കിഷ്ടം. എന്നിട്ട് ഞാൻ സൈഡ് പാർട്ടീഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ മുടി കെട്ടുവാണ് ഗൈസ്. അപ്പോൾ എനിക്ക് കുങ്കുമം ഇടുമ്പോൾ ഒത്തിരി ഇങ്ങനെ നീട്ടി ഇടുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ. അങ്ങനെ മുടി കെട്ടി തീർന്നതിന് ശേഷം പിന്നെ എന്തായാലും അമ്പലത്തിൽ പോവല്ലേ, അപ്പോൾ പിരിത്തിട്ടുണ്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ക്ലിപ്പും കൂടി വെച്ച് ഒന്ന് ടൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഷോൾ എടുത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഓരോരോ മോഡലിലൊക്കെ വെച്ച് നോക്കി. എന്തായാലും ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്ത ധാവണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അങ്ങനെ അവസാനം ധാവണിയിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഞാൻ ഏത് അമ്പലത്തിലോട്ടാണ് പോയെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ബൈ ബൈ.